വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കണമെന്ന് കരുതുന്നു കേട്ടോ. ഞാനും ഇവിടെ എല്ലാവരും സുഖമായിട്ടിരിക്കണം. അപ്പോൾ ഞാൻ ഇന്ന് വന്നേക്കുന്നത് നിങ്ങൾ തമ്പനയിൽ കണ്ടല്ലോ, ഞാൻ ഇന്നൊരു നാടൻ പലഹാരമാണ് കേട്ടോ, അടയാണ് ഉണ്ടാക്കണത്. തമ്പനയിൽ ഇപ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഞാനിനി കൂടുതൽ അതിനെപ്പറ്റി പറയേണ്ട ആവശ്യമില്ല. പക്ഷെ വളരെ സിമ്പിളായിട്ട് എങ്ങനെ നമുക്ക് അട ഉണ്ടാക്കിയെടുക്കാം, ഇത് ഈവനിങ്ങിൽ ചായയുടെ കൂടെ കഴിക്കാൻ പെട്ടെന്ന് തന്നെ എങ്ങനെ നമുക്കൊരു അട ഉണ്ടാക്കാം എന്നാണ് കേട്ടോ ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങളെല്ലാവരും കണ്ടോ, എൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ എല്ലാവരും കാണുന്നുണ്ടോ? ഞാൻ ഇന്നിപ്പോൾ വീടിൻ്റെ ഏറ്റവും മുകളിൽ ടെറസിലാണ് കേട്ടോ ഇരിക്കുന്നത്. ഇന്നിപ്പോൾ ഇൻട്രോ പറയാൻ നോക്കുമ്പോൾ എല്ലാ ദിവസവും ഓരോ സ്ഥലത്തു നിന്നൊക്കെ പറഞ്ഞ് ഇന്നിപ്പോൾ ഇങ്ങനെ ഓർത്തു, അന്ന് ശരി, ഇന്ന് വീടിൻ്റെ മേളിൽ കയറി പറയാം. അങ്ങനെ ഇപ്പോൾ വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ കയറി നിന്നിട്ടാണ് ഇൻട്രോ ഷൂട്ട് ചെയ്യണത്. അപ്പോൾ എന്തായാലും എനിക്കിപ്പോൾ ഇവിടെ കണ്ടപ്പോൾ നല്ല ഇഷ്ടമായിട്ട്, നല്ല ലൈറ്റ് കിട്ടുന്നുണ്ട്, പിന്നെ ബാക്ക്ഗ്രൗണ്ടും ഒക്കെ അത്യാവശ്യം കൊള്ളാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്കിനി അധികം സംസാരിച്ച് സമയം കളയണ്ട അല്ലേ, നമുക്ക് ഈ അട എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് കിച്ചണിലേക്ക് പോകാം. അപ്പോൾ ആദ്യമായി എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ആ ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി നിങ്ങളൊന്ന് സെലക്ട് ചെയ്യണം കേട്ടോ. മറക്കരുത്, ഓൾ തന്നെ സെലക്ട് ചെയ്യണം, എങ്കിലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരികയുള്ളൂ. അപ്പോൾ നമുക്ക് അട എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം അല്ലേ. 350 ഗ്രാം ഗോതമ്പ് പൊടി, 2 വലിയ ശർക്കര കുറച്ച് വെള്ളം ഒഴിച്ച് ഉരുക്കി അരിച്ചെടുത്തേക്കുവാണ് കേട്ടോ. ഒരു വലിയ തേങ്ങ മുഴുവൻ ചിരകി എടുത്തിട്ടുണ്ട്. ഉപ്പ് ആവശ്യത്തിനുള്ളത് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ഏലക്കാപ്പൊടി, ഇനി കുറച്ച് എടന്ന ഇലയാണ് കേട്ടോ എടുത്തേക്കണം. അപ്പോൾ ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ എടന്ന ഇലയാണ് കേട്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ അട ഉണ്ടാക്കാൻ എടുത്തേക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ ഗോതമ്പ് പൊടിയിലേക്ക് നമ്മൾ ചിരകി വെച്ചേക്കണ തേങ്ങ മൊത്തം നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു തേങ്ങ എന്നുള്ളത് കുറച്ച് കൂടുതൽ എടുത്താലും നമ്മുടെ അട നല്ല ടേസ്റ്റി ആകും. അപ്പോൾ നിങ്ങൾക്ക് തേങ്ങ കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ തേങ്ങ കൂടുതൽ എടുക്കാം കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ച് ഏലക്ക പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മളിതിൽ ചേർക്കുന്ന സാധനങ്ങളെല്ലാം, ഉപ്പാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ളത് ഇടാം, ഏലക്ക പൗഡറും നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഫ്ലേവറിനനുസരിച്ച് നിങ്ങൾക്ക് ഇടാം കേട്ടോ. ഇനി നമുക്ക് ഈ പൗഡർ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇപ്പോഴൊന്നും നമ്മൾ വെള്ളമൊന്നും ഒഴിക്കാതെയാണ് കേട്ടോ ഇത് മിക്സ് ചെയ്തത്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ചേക്കട ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ ഈ അട ഉണ്ടാക്കി തരണത് അമ്മയാണ് കേട്ടോ. അപ്പോൾ അമ്മ ഇതെല്ലാം ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാറുണ്ട്. അപ്പോൾ കുറച്ച് ശർക്കര പാനി ഒഴിച്ച് വേണം നമ്മളിതിങ്ങനെ മിക്സ് ചെയ്തെടുക്കാൻ. നിങ്ങൾ മൊത്തം ശർക്കര പാനി ഒഴിച്ചിട്ട് മാവ് കുഴക്കരുത് കേട്ടോ. നമ്മൾ സാവധാനം കുറച്ച് ഒഴിച്ച് നന്നായിട്ട് പൊടി ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് ആവശ്യത്തിനുള്ള ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. പിന്നെ മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. നമ്മളിപ്പോൾ ഇതിൽ ചേർക്കണ എന്ത് സാധനമാണെങ്കിലും അത് നമ്മളുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാം. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ശർക്കര പാനിയും മാറ്റി വെച്ചിട്ടുണ്ട്. കാരണം നമുക്ക് ഇത്ര മധുരം മതി അടക്ക്, നമുക്ക് ആവശ്യത്തിനുള്ള മധുരം ഈ മാവിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കി ശർക്കര പാനി മാറ്റി വെച്ചേക്കാം കേട്ടോ. അപ്പോൾ ഇനി നമ്മളിതിലേക്ക് ഇത് കണ്ട് ഇവിടെ ഒരു ചരുവത്തിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ആ വെള്ളത്തിൽ കൈ മുക്കിയാണ് നമ്മളിപ്പോൾ നമ്മുടെ അടക്കുള്ള മാവ് കുഴച്ചെടുക്കണത് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ചധികം വെള്ളം അങ്ങോട്ട് ഒഴിക്കാൻ പാടില്ല. ഇപ്പോൾ അമ്മ ചെയ്യണ പോലെ തന്നെ നിങ്ങളിങ്ങനെ ചരുവത്തിനകത്ത് കുറച്ച് വെള്ളം എടുത്ത് വെച്ച് അതിൽ കൈ മുക്കി ഇതൊന്ന് ഇങ്ങനെ കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കയ്യിൽ സ്റ്റിക്കി ആവാത്ത ഒരു പരുവം വരുമ്പോഴാണ് നമ്മുടെ ഈ മാവ് കറക്റ്റായിട്ട് മിക്സായി വരുന്നത്. അപ്പോൾ കയ്യിൽ ഇത് സ്റ്റിക്കി ആവാത്ത ആ ഒരു പരുവത്തിൽ വരുമ്പോൾ നമുക്കിത് മിക്സിങ് കറക്റ്റായിട്ടുണ്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ഇനി നമുക്കിതിൽ നിന്ന് കുറച്ച് മാവ് വീതം എടുത്ത് ഇപ്പോൾ ഈ ചെയ്ത പോലെ ഒന്ന് ഉരുട്ടി ഈ ഇടനിലയിൽ വെച്ചൊന്ന് ചുരുട്ടിയെടുക്കാം കേട്ടോ. ഇത് കണ്ടോ, ഇപ്പോൾ ഞാനിവിടെ ഒരു ആവി കയറ്റുന്ന പാത്രമാണ് ഇത്. അപ്പോൾ നമുക്ക് ഇടനിലയിൽ നമ്മുടെ മാവ് ഇങ്ങനെ ഈ ഒരു ഷേപ്പിൽ ഉരുട്ടിയെടുത്ത് ഇടനിലയിൽ കവർ ചെയ്ത് നമുക്ക് ഈ പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാ മാവും നമുക്ക് ഇടനിലയിൽ ഇതുപോലെ ഒന്ന് പൊതിഞ്ഞെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ പാത്രം ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഇഡ്ഡലി ചെമ്പുണ്ടല്ലോ, ഇഡ്ഡലി ചെമ്പിൽ വെച്ചിട്ട് ആവി കയറ്റിയാലും മതി കേട്ടോ.
അപ്പോൾ ഞാൻ ഇതിൻ്റെ താഴെ വെക്കണ വെള്ളം ഒഴിച്ച് വെക്കണ പാത്രം അടുപ്പത്ത് ഇപ്പോൾ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചൂടാകുമ്പോഴത്തേനും നമുക്ക് ഈ പാത്രം അതിൻ്റെ മുകളിലേക്ക് എടുത്ത് വെക്കാം. അപ്പോൾ എല്ലാ അടയും ഇതിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ. അപ്പോൾ അതേ നമ്മുടെ വെള്ളം ഏകദേശം ചൂടായപ്പോൾ നമ്മൾ ഈ ആവി കയറ്റാനുള്ള അടയും കൂടി ഇതിൻ്റെ മുകളിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് ആയപ്പോഴത്തേനും ഇതിൽ നിന്ന് നന്നായിട്ട് ആവി വരുന്നുണ്ട്. അപ്പോൾ ഇത് വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്നത് ഒരു 10 മിനിറ്റ് അടുപ്പിലിരിക്കുമ്പോൾ തന്നെ ഇത് വെന്ത് കിട്ടും. അപ്പോൾ നമുക്കൊരു 5 മിനിറ്റ് ഇത് സിമ്മിലിട്ട് വെക്കാം. 5 മിനിറ്റും കൂടിയും കഴിയുമ്പോൾ നമുക്ക് അടപ്പ് ഓഫാക്കാം. അപ്പോൾ ഞാനിപ്പോൾ അടപ്പ് ഓഫാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒന്ന് തുറന്ന് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, നല്ല സ്മെല്ലൊക്കെ വരണുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ അട റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതിൻ്റെ ഇലയുടെ കളറെല്ലാം മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതേ നമ്മുടെ ഇത് കണ്ടാൽ തന്നെ അറിയാം ഇത് കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഉടനെ തന്നെ നമുക്ക് ഇതൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റണം കേട്ടോ. നമ്മൾ ഈ ആവി കയറ്റണ ചെമ്പിൽ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ പിന്നെ വേർപ്പ് വെള്ളം വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തുറന്ന ഉടനെ തന്നെ ഇതെല്ലാം എടുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം. അപ്പോൾ അങ്ങനെ വെക്കുമ്പോൾ ഇത് കുറച്ച് കഴിയുമ്പോഴത്തേനും ഇതിലുള്ള ആ ഒരു വെള്ളമെല്ലാം മാറി ഇതൊരു ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അട ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റിയാണ്, ഒരു ഹെൽത്തി ഫുഡും കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവരും കണ്ടല്ലോ നമ്മൾ എത്ര സിമ്പിളായിട്ടാണല്ലേ നമ്മുടെ ഈ ഇലയട ഉണ്ടാക്കിയത്. അപ്പോൾ പല രീതിയിലും നമുക്ക് ഇലയട ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഒരു സിമ്പിൾ രീതിയാണ് നമ്മൾ ഇന്ന് ചെയ്തത്. അപ്പോൾ ഇനി വേറെയൊക്കെ ഞാൻ വഴിയെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. അതെ, ഞാൻ ഇവിടെ ഉണ്ടാക്കി ഇതേ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കിടന്ന ഇല കൊണ്ടുള്ള അടയാണ്. അപ്പോൾ നമ്മൾ ഈ ഇല കൊണ്ട് നമ്മൾ അട ഉണ്ടാക്കുമ്പോഴേ ഈ ഇലയുടെയും കൂടി ആ ഫ്ലേവർ നമ്മുടെ ഈ അടയിലേക്ക് വരും. അതാണ് കേട്ടോ ഇതിൻ്റെ ഒരു വെറൈറ്റി. നമ്മൾ വാഴയിലയിലാണ് ചെയ്യണമെങ്കിൽ ആ ഒരു ഫ്ലേവർ വാഴയിലയുടെ അങ്ങനെ അടയിലോട്ട് വരാറുണ്ട്. അത് എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. പക്ഷെ ഈ ഇടന്ന ഇല കൊണ്ട് നമ്മൾ അട ചുടുന്ന ഉണ്ടാക്കുമ്പോൾ ഇല്ലേ, അതിൻ്റെ ആ ഒരു നല്ല ഫ്ലേവർ നമ്മുടെ ഈ അടയിലേക്ക് വരും കേട്ടോ. അപ്പം ഞാൻ ഒന്ന് കഴിച്ച് നോക്കട്ടെ. പിന്നെ അതുമല്ല, നമ്മളിത് ഗോതമ്പ് വെച്ചാണ് ഉണ്ടാക്കിയേക്കണത്. അത് നമ്മുടെ ബോഡിക്ക് ഗോതമ്പ് നമുക്ക് നല്ലതല്ലേ. അപ്പം അതുമല്ല ആവിയിൽ വെന്ത് വരുന്നതാണ്. കുട്ടികൾക്ക് ഈ ബേക്കറി പലഹാരമൊക്കെ വാങ്ങിക്കൊടുക്കണേലും നല്ലത് നമ്മളിതുപോലെ ആവിയിലൊക്കെ വേവിച്ചിട്ടുള്ള പലഹാരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂല്ലേ. ട്രൈ ചെയ്താൽ മാത്രം പോരാ കേട്ടോ. ട്രൈ ചെയ്ത് കഴിയുമ്പോഴത്തേനും എനിക്കൊന്ന് കമൻറ്റും കൂടി ചെയ്യണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവരും കണ്ടല്ലോ നമ്മൾ എത്ര സിമ്പിളായിട്ടാണ് അല്ലേ നമ്മുടെ ഇലയട ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ നമ്മളിപ്പോൾ എന്താ പറയുക, നമ്മൾ എന്താ ഉണ്ടാക്കിയത്? ഇടന്ന ഇല.